നിധിയാസ് ഫുഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ 10 മിനിറ്റും കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ക്യാരറ്റ് ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കൊക്കെ ക്യാരറ്റ് കഴിക്കാൻ മടിയാണെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളൊക്കെ നല്ലതുപോലെ കഴിച്ചോളും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇത് കപ്പിൻ്റെ അളവിന് പറയുകയാണെങ്കിൽ 250 ml കപ്പിന് 2 കപ്പ് ക്യാരറ്റാണുള്ളത്. ഇനി ഒരു പാൻ ചൂടാവാൻ വെച്ച് ചൂടായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഇത് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്, ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഉണക്കമുന്തിരി ഒന്ന് ഫ്രൈ ആയിട്ട് വീർത്ത് വന്ന് കഴിയുമ്പം നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വച്ചിരുന്ന 2 കപ്പ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ശേഷം ഇതൊരു 2 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ക്യാരറ്റിന് നല്ല കളർ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. പാലിലാണ് ഈ ക്യാരറ്റ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് ആകുമ്പോഴേക്കും ക്യാരറ്റ് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. പാലൊക്കെ വറ്റി ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മധുരത്തിനാവശ്യമായ 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെ പഞ്ചസാരയും തേങ്ങയും ക്യാരറ്റും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. കുറച്ച് നേരം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ പറ്റും വെള്ളം ഊറി വരുന്നത്. അത് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്ന പഞ്ചസാര ലായനിയായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ വെള്ളവും കൂടി ഒന്ന് വറ്റി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റും കൂടി നമുക്ക് ഇത് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് ആയപ്പോഴേക്കും അതിൽ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതേപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ലഡു ഉരുട്ടിയെടുക്കുമ്പോഴേ ഷേപ്പിൽ കിട്ടത്തുള്ളൂ. വെള്ളം കൂടിപ്പോയാൽ നമുക്ക് ആ ഷേപ്പ് കിട്ടത്തില്ല. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. ചൂടിനെ തന്നെ ഇത് ഉരുട്ടിയെടുക്കാനായിട്ട് നമുക്ക് പാടായിരിക്കും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇപ്പം ഇത് ചെറുതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ലഡുവിൻ്റെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ നെയ്യോ എണ്ണയോ എന്തെങ്കിലുമൊക്കെ തടവാം. പക്ഷെ ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റ് തന്നെ ഉരുട്ടിയെടുക്കുകയാണ്. ഇതേപോലെ ഉരുട്ടിയതിന് ശേഷം നടുവിലൊരു മുന്തിരി വെച്ച് കൊടുക്കാം. ശേഷം ഒന്നും കൂടി ഉരുട്ടി കൊടുക്കുക. ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് ഷേപ്പാക്കി എടുക്കാം. അങ്ങനെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ക്യാരറ്റ് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ ഭയങ്കര സോഫ്റ്റുമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.